ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എങ്ങനെ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവസാനം വരെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ബിസ്ക്കറ്റ്സാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മാരിഗോൾഡ് ബിസ്ക്കറ്റിൻ്റെ 20 രൂപയുടെ ഒരു പാക്കില്ലേ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായി തല്ലിപ്പൊട്ടിക്കണം. അങ്ങനെ തല്ലിപ്പൊട്ടിക്കാൻ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൊടുത്ത് അവർ ഹാപ്പി ആയിട്ട് നമുക്ക് ചെയ്തു തന്നോളും. ഞാനിവിടെ എൻ്റെ മോനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ഡ്യൂട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കി അവനെ കൊണ്ട് നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാനൊരു ചപ്പാത്തി പലക എടുത്ത് തല്ലി പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം നമ്മളിത് മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് എൻ്റെ യൂട്യൂബ് ഫീഡ് മൊത്തം സജസ്റ്റ് ചെയ്യുന്ന ഡെസേർട്ട് റെസിപ്പീസാണ് കേട്ടോ. അതിലേറ്റവും കൂടുതൽ കാണുന്നത് ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്കിത് കണ്ട് കൊതിയടക്കാൻ പറ്റാതെ ഒരു അതിമോഹത്തിൻ്റെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ് ഈ ഒരു ദൗത്യത്തിന്. അപ്പോൾ എന്തായാലും റെസിപ്പിയിലേക്ക് കിടക്കാം. ഇനി അടുത്ത് ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ആ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് അത് നന്നായി ബട്ടറൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റില്ലേ, ആ ബിസ്ക്കറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യണം. സോൾട്ടഡ് ബട്ടർ ഇല്ല എന്നാണെങ്കിൽ നോർമൽ ബട്ടർ യൂസ് ചെയ്ത് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇത് മാറ്റിയതിന് ശേഷം ഈ മെൽറ്റഡ് ബട്ടറും ബിസ്ക്കറ്റും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നതേ, നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലിങ്ങനെ പിടിച്ചാൽ കിട്ടില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി, മണൽ പോലെ, ആ ഒരു കൺസിസ്റ്റൻസി വരുന്നവരേക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഇത് മൊത്തത്തിലങ്ങ് മാറ്റിയിട്ട് അത് നല്ല രീതിയിൽ പ്രസ് ചെയ്തെടുക്കണേ. പ്രസ് ചെയ്തെടുത്ത് ഇതിൻ്റെ പാത്രത്തിൻ്റെ സൈഡിലേക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു കുഴി പോലെ ആക്കിയെടുക്കണം ഈ ബിസ്ക്കറ്റിനെ. ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. ബട്ടറിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ നമ്മൾ എടുക്കണം. ഇല്ലയെന്നാണെങ്കിലേ ആ ബിസ്ക്കറ്റ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞങ്ങ് പോകും. അപ്പോൾ അത് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാക്കറ്റ് മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 100 ഗ്രാം സോൾട്ടഡ് ബട്ടറാണ് മെൽറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ബട്ടർ എല്ലാ സ്ഥലത്തും, ബിസ്ക്കറ്റിൻ്റെ എല്ലാ സ്ഥലത്തും ബട്ടർ എത്തുന്ന പോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിന്നിൽ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു സ്പൂണ് വെച്ചൊക്കെ കുറേ ട്രൈ ചെയ്തു, അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വേഗം എൻ്റെ മെഷറിംഗ് കപ്പ് എടുത്തിട്ട് അതുകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. എത്രത്തോളം പ്രസ് ചെയ്ത് നമുക്കത് ഷേപ്പിൽ വെക്കാൻ പറ്റുമോ അത്രത്തോളം ഷേപ്പിൽ വെക്കണം കേട്ടോ. അടുത്തത് നമുക്ക് ചീസ് കേക്കിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ചീസ് കേക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്ക് കണ്ടില്ലേ, അതേപോലത്തെ 2 പാക്ക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം ചീസ് നന്നായി ഒന്ന് സോഫ്റ്റായി വരണം കേട്ടോ, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് ഓഫ് കണ്ടൻസ് മിൽക്ക്, നല്ല സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് അതിൽ ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്ത് കുറച്ച് വാനില എസൻസ്, ഏകദേശം 1 ടീസ്പൂണോളം ഉണ്ട്, ആ വാനില എസൻസും ചേർത്ത് ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കണം. അതിലൊരു 1/2 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഈ ഫില്ലിംഗ് ആയി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണേ. നമ്മൾ മിക്സ് ചെയ്തതിന് ഒരു സ്പൂണോ സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ബീറ്റർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നാണെങ്കിൽ പഞ്ചസാരയുടെ പൊടി അവിടെയും ഇവിടെയൊക്കെ കട്ടയായി കിടക്കുന്നുണ്ടാവും. ഇനി ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചോടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ബീറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് സ്പാച്ചുല വെച്ചൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോഴേ ഈ മിക്സ്ചർ എല്ലായിടത്തും ഒരേപോലെ മധുരവും അതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും വരുള്ളൂ. ഇപ്പോൾ ക്രീം ചീസ് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. വിപ്പിംഗ് ക്രീം റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം പൗഡറാണ്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ക്രീമായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് പൗഡറേ കിട്ടിയുള്ളൂ. അപ്പോൾ ആ വിപ്പിംഗ് ക്രീമിൻ്റെ ചെറിയൊരു പാക്കാണ്, 50 ഗ്രാമിൻ്റെ പാക്കാണ്. അതിലേക്ക് 100 ml പാലൊഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് നല്ല സോഫ്റ്റ് പീക്സ് വരുന്നവരെ മിക്സ് ചെയ്താൽ മതി. സ്റ്റിഫ് പീക്സ് ആവണ്ട, നമുക്കൊരു സോഫ്റ്റ് പീക്സ് ആവുന്നവരെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ.
നമ്മുടെ വിപ്പിംഗ് ക്രീം ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പാകം. ഇനി അത് ക്രീം ചീസ് മിക്സ്ചറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് സ്പാച്ചുല വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്താൽ മതി. അതായത് ഇങ്ങനെ കോരി എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ കാണിക്കുന്നില്ല, ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം വീണ്ടും സ്പാച്ചുല വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു 2-3 തവണ ചെയ്യണം കേട്ടോ. അപ്പോഴേ എല്ലാം കറക്റ്റായി മിക്സായി വരുള്ളൂ. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ബിസ്ക്കറ്റ് ബേസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിനകത്തേക്ക് ഈ ഫില്ലിംഗ് ഒഴിച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ ഫില്ലിംഗ് ഫുള്ളായി ബിസ്ക്കറ്റ് ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇനിയാണ് എനിക്ക് പറ്റിയ അബദ്ധങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് അബദ്ധം, ഞാൻ കേക്ക് ഒരു 1-1.5 മണിക്കൂറേ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുള്ളൂ. അത് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണമായിരുന്നു. എനിക്കതിനുള്ള ക്ഷമയില്ല. ഇനി അടുത്ത കാര്യം, ഒരു സ്പ്രിംഗ് ഫോം പാനായിരുന്നു യൂസ് ചെയ്യേണ്ടത്. അതായത് പാന് നമുക്കിങ്ങനെ തുറന്നെടുക്കാൻ പറ്റുന്ന രീതിയിൽ, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാനായിരുന്നു യൂസ് ചെയ്യേണ്ടത്. അതും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ 2 അബദ്ധങ്ങൾ പറ്റി. എനിക്ക് കേക്ക് എന്ത് ചെയ്താൽ ടിന്നൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാൻ സ്പൂണിട്ട് വാരി കഴിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നേ. കേക്കെന്ന് വിളിക്കാൻ പറ്റില്ല, പുഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്തായാലും അടുത്തൊരു പാളാത്ത റെസിപ്പിയായി കാണുന്നവരേക്കും ബൈ.